വല്ലാണ്ട് ഇങ്ങനെ കിടുകിട വിറക്കും. ഇത് ഓഫായി. അപ്പോൾ എനിക്ക് മൈക്ക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ സാപ്പ് അത് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനെ കുറിച്ചാട്ടോ. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയൊരു മൈക്രോഫോണാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പണ്ട് സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് പോകുമ്പോൾ മൈക്കും അതുപോലെ ഓഡിയൻസിനൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ കിടുകിട വിറക്കും. അങ്ങനെയുള്ള ഞാനാണ് ഈ മൈക്കും പിടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലേ. പണ്ടെന്ന് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും മുട്ടായോ ഒരു പേനയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ തെളിച്ചുകൊണ്ട് പോകുന്നതല്ലേ. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ മാത്രമേ പോകുള്ളൂ, ഒറ്റക്കൊന്നും പോകില്ല. അങ്ങനെ പേടിച്ച് ഒതുങ്ങി നടന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ യൂട്യൂബൊക്കെ ചെയ്ത് നടക്കുന്നത്. ഈ ഒരു കമൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് എന്താ പറയുക, ഒരു സിംഗിൾ മൈക്കാണ്. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം ഈ ഒരു സിംഗിൾ മൈക്ക് മതി, അതുകൊണ്ടാണ് പിന്നെ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇത് കമ്പനിയാണെന്ന് പറയണ്ടേ. ഗ്രനാരോ വയർലെസ് മൈക്രോഫോണിൻ്റെതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഉന്തിയാൽ ഇതിങ്ങനെ തുറന്നു വരും. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. കണ്ടോ, ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇത് മൈക്രോഫോൺ ട്രാൻസ്മിറ്റർ ആണ് കേട്ടോ. പിന്നെയുള്ളത് ഒരു റിസീവറും ഉണ്ട്. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ മാനുവലിൽ കാണുന്നത് പോലെ മാനുവൽ കാണുന്നത് പോലെ ഫോണിൻ്റെ താഴെയായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അകത്തേക്കാക്കി കൊടുത്താൽ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സംഭവം, പിന്നെ മൈക്രോഫോൺ ട്രാൻസ്മിറ്ററിൻ്റെ മൈക്കിൻ്റെ പിന്നെ പിറകിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ റെഡും ഗ്രീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ റെഡ് ഗ്രീനായിട്ട് കണ്ടില്ലേ. അതിന് നമ്മളിത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ഇത് ഗ്രീൻ മാത്രമായിട്ടാണ് കത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. ഫോണിൽ നമ്മൾ OTG കണക്ഷനൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്ത എന്നെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാം. ഫോണിൽ നമ്മൾ പിന്നെ സെറ്റിങ്സ് എടുത്തിട്ട് അവിടെ OTG കണക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ഓണാക്കി വെച്ചാൽ പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അതിൽ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഗ്രീനായിട്ട് കത്തും. അപ്പോൾ നമ്മളിതിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു വാറണ്ടി കാർഡുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ ഒരു ചാർജറും കൂടിയുണ്ട്. അതിൻ്റെ പിന്നുണ്ട് കേട്ടോ. ഒരു പിന്നും കൂടി ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നു, ചാർജ് ചെയ്തൊക്കെ വെച്ചതാണ്. ഇങ്ങനെയൊരു പിന്നും കൂടി ഉണ്ട്. അപ്പോൾ സംഭവം ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഞാനിത് യൂസ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. സൗണ്ടൊക്കെ നന്നായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. 1 ഇയർ വാറണ്ടിയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വാറണ്ടി കാർഡ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുന്നത്, ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. 799 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സംഭവം മോശമൊന്നുമില്ല. എനിക്ക് എന്തായാലും കുറച്ചൊരു കംഫർട്ടബിളായിട്ട് തോന്നി. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തപ്പോൾ ഒന്നും ഇല്ല. വീഡിയോ ഞാൻ ചെയ്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവമൊക്കെ ഓക്കെയാണ്, നല്ലതായിട്ടുണ്ട്. പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതെനിക്കിത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാബ് സ്റ്റോക്സിലെ സാബറിക്കയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്കൊരു മൈക്ക് സജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞു. പിന്നെ ക്വാളിറ്റി വീഡിയോൻ്റെ സംഭവമൊക്കെ നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു മൈക്ക് വാങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സിംഗിൾ മൈക്ക് അദ്ദേഹം പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്, താങ്ക്സ് ഞാൻ പറയുകയാണ് ഈ ഒരു വേളയിൽ. അപ്പോൾ ഇതിന് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലെ പിന്നെ യൂട്യൂബ് ചെയ്യുന്ന തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു മൈക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അത്ര അധികം പിന്നെ പൈസയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കാരണം 799 രൂപ എന്ന് പറയുമ്പോൾ ഒരു മൈക്ക് ആ ഒരു അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് തന്നെയായിരിക്കും എല്ലാം കിട്ടുക. നമുക്ക് നോക്കാം, ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പ്രൈസിൽ തന്നെയാണ് എല്ലാം വരുന്നത്. സിംഗിൾ മൈക്ക് എന്ന് പറയുന്നത് ഇതിൽ പിന്നെ വില കൂടുതലൊക്കെ ഉണ്ട്. പിന്നെ പോലെ യൂട്യൂബൊക്കെ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള പുതിയ
ന്യൂ യൂട്യൂബേഴ്സിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. മൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ പിന്നെ ഇതാ ഈ ഒരു കമ്പനിയുടെ അത് വാങ്ങുന്നത് നല്ലതായിരിക്കും. ഗ്രനാരോടേത് പിന്നെ വാങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ഓരോരാൾക്കും ഓരോരോ രീതിയല്ലേ, അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് നമുക്ക് വാങ്ങാം. പക്ഷേ കമ്പനി ഈ ഒരു കമ്പനിയുടെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആർക്കൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇത് വാങ്ങണമെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്താണ് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു കൂടിയാണ് ഞാനിത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ വേറെ മറ്റ് നോയ്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഇത്രയുമാണ് വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.